ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ട് ഒരു മോർണിംഗ് ഡേ ആണ് കേട്ടോ. മോർണിംഗ് ഡേ ഇത് എൻ്റെ ഇന്നത്തെ ദിവസത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വെച്ചാൽ അത് ഞാൻ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പം അവിടെ രാവിലെ ഞാൻ എണീറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പം വീട്ടിൽ നിന്ന് വന്നിട്ട് എങ്ങനെയാണ് എന്നുള്ളൊരു ദിവസമാണ്. ദിവസം ഫുള്ളല്ല, ഒരു മോർണിംഗ് ഡേ, ഒരു കാപ്പി കുടിക്കുന്ന ഒരു ടൈം വരെ കേട്ടോ. അപ്പം ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകി, അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. മുടിയൊക്കെ ഒന്ന് വാരി പിടിച്ച് കെട്ടുകയാണ്. രാവിലെ നമ്മൾ എപ്പോഴും മുടിയൊക്കെ ഒന്ന് വാരി പിടിച്ച് കെട്ടിയാൽ ഒന്ന് ഫ്രഷ് ആയിരിക്കും നമുക്ക് മുഖമൊക്കെ, ഒരു വൃത്തിയൊക്കെ തോന്നും കേട്ടോ. അപ്പം മുടിയൊക്കെ വാരി പിടിച്ച് കെട്ടുകയാണ്. എൻ്റെ കൂടെ തന്നെ മോനും എഴുന്നേറ്റിട്ട് ഞാൻ എപ്പോൾ എഴുന്നേറ്റാലും അവനും എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റ് വന്നാൽ പുറകിൽ നിന്ന് കളിയാണ് കേട്ടോ. ഒരു വണ്ടി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഫുൾ ടൈം അത് വെച്ചാണ് കളി കേട്ടോ. അപ്പം ഞാൻ മുടിയൊക്കെ വാരി പിടിച്ച് കെട്ടിയിട്ട് ഇനി അടുത്ത എൻ്റെ പല്ല് തേപ്പിലേക്ക് പോവാണേ. മോളും ഏട്ടനും ഇതുവരെ എണ്ണിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ അപ്പയുണ്ട്. അപ്പ രാവിലെ എണ്ണിറ്റു. അപ്പയുടെ കാര്യമായിട്ടൊക്കെ അവിടെ ഇവിടെ നടപ്പുണ്ട് കേട്ടോ. അമ്മ ഇവിടെ ഇല്ല, ഇപ്പോൾ അമ്മ ഒരു ജോലിക്ക് വേണ്ടി പോയൊക്കെയാണ്. പിന്നെ എന്താണ്ട് പല്ലൊക്കെ തേക്കുകയാണ് കേട്ടോ. മുറ്റത്ത് വന്നാണ് പല്ല് തേക്കുന്നതൊക്കെ. ഞങ്ങളുടെ ഒരു ചെറിയ വീടാണ് കേട്ടോ. ഏട്ടൻ്റെ വീടെന്ന് പറയുന്നത് ഒരു ചെറിയ വീടാണ്. എന്നാലും ഹാപ്പി ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിങ്ങനെ മുറ്റത്തിറങ്ങി പല്ലൊക്കെ തേക്കുകയാണ് കേട്ടോ. എൻ്റെ കൂടെ മോനും ഇറങ്ങി വന്നിട്ടുണ്ട് പല്ലിയൊക്കെ. പക്ഷെ ഞാൻ തേച്ച് കുറേ കഴിഞ്ഞിട്ടാണ് ആശാൻ വരുന്നത് കേട്ടോ. പല്ലൊക്കെ തേച്ച് പല്ലിയൊക്കെ പോകുന്നതിന് മുമ്പ് ഞാനൊരു മുട്ട പുഴുങ്ങിയിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ മുട്ട ഞാൻ പല്ല് വെച്ചിട്ട് വന്നപ്പോഴേക്കും വെന്തേ. അപ്പോൾ ഒരു മുട്ട പുഴുങ്ങിയതും ഒരു ഗ്ലാസ് പാൽ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ 3 മാസത്തേക്കിന് കുടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പ്രോട്ടീൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിന് പ്രോട്ടീൻ പൗഡർ കുറിച്ച് തന്നു. എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം ഫുഡ് കഴിച്ചിട്ടാണ് പ്രോട്ടീൻ കൂട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി രാവിലെ ഒരു മുട്ട പുഴുങ്ങിയത്, ഒരു ഗ്ലാസ് പാലും കുടിച്ച്. പിന്നെ കാപ്പി എന്ന് പറയുന്നത് നമ്മൾ തളിരിൻ്റെ ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തലേന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കടല ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല ദോശമാവ് ഒഴിച്ച്, ദോശമാവ് അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഇത്തിരി വെള്ളം ഒഴിച്ച് അതുപോലെ തന്നെ ഇത്തിരി ഉപ്പുനീരും ഒഴിച്ചിട്ടാണ് മാവ് നമ്മൾ ഒരു ഇഡ്ഡലിയുടെ പരുവത്തിലാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് ഉപ്പുനീരും ഒഴിച്ച് ഞാൻ മാവ് ഇഡ്ഡലിയുടെ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഡ്ഡലിയും കോരി ഒഴിച്ച് ഇഡ്ഡലി വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു കുക്കറിൽ ഒരു സ്വല്പം കടല വേണം കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്ക് മതി, കുട്ടികൾക്ക് കടല വേണ്ട കേട്ടോ. അപ്പം അവർക്ക് ഇഡ്ഡലിയുടെ പഞ്ചാരയൊക്കെ കഴിക്കുന്നതിനാണ് ഇഷ്ടം. അതുപോലെ അവരിന്ന് രാവിലെ ഇഡ്ഡലി കഴിച്ചതുമില്ല കേട്ടോ. അവർക്ക് എന്തോ അവർ ഫുഡൊന്നും രാവിലെ കഴിച്ചില്ല. കുറേ റംബൂട്ടാനൊക്കെ തിന്നുകൊടുക്കുന്നത്, എത്ര വഴക്ക് പറഞ്ഞിട്ട് അവർ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അതാണ്ട് ഇഡ്ഡലി തട്ടിൽ കോരി ഒഴിച്ച് അതുപോലെ തന്നെ കടലയൊക്കെ കഴുകി ഞാൻ അടുപ്പത്ത് വെക്കുകയാണ്. എൻ്റെ രാവിലെ സാധാരണ ജോലി ഇപ്പം 2 മാസം കൊണ്ട് ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അടുക്കള ആകമാനം പോയി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ കുറേശ്ശെ മൊത്തത്തിൽ വൃത്തിയാക്കാൻ പറ്റുമല്ലോ എനിക്ക്. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം നാണ്ട് ഇഡ്ഡലിക്കൂട്ടും ഒക്കെ പല സ്ഥലത്താണ് കേട്ടോ. എല്ലാം തപ്പിയെടുത്ത് കഴുകി പറക്കി ഇഡ്ഡലിയൊക്കെ കോരി ഒഴിച്ച് നല്ല സൂപ്പർ ഇഡ്ഡലിയും അതുപോലെ തട്ടിക്കൂട്ടി കടലക്കറിയായിരുന്നു കേട്ടോ ഇന്നത്തെ. എല്ലാ വീട്ടിലും തട്ടിക്കൂട്ടി പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ഇപ്പോൾ കളിയാക്കാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ നാക്കിന്ന് പോകുന്നില്ല കേട്ടോ. ശ്രമിക്കാം ഞാൻ കളയാൻ. അപ്പം കുഞ്ഞൊരു കടലക്കറിയായിരുന്നു. എല്ലാം ഒന്നും ഇല്ലെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടുള്ളൊരു കടലക്കറിയായിരുന്നു ഇന്ന്. വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സാധനമൊന്നും അങ്ങനെ വാങ്ങിക്കലും അങ്ങനെ കുക്കിംഗ് കുറവായിരുന്നു ഇവിടെ. പിന്നെയും സാധനങ്ങളെല്ലാം ഒന്നേന്ന് വാങ്ങിച്ച് ഇനി എല്ലാ പാചകവും തുടങ്ങണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ കാണാമേ. ഇപ്പോൾ കടലക്കറിയൊക്കെ വെച്ചിട്ട് ഇഡലിയും കടലക്കറിയൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു കേട്ടോ. വെള്ളക്കടലയായിരുന്നേ. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.